بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا وحبيبنا محمد الذي بلغ الرسالة وأدى الأمانة ونصح الأمة كشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين أما بعد فإن أحسن الكلام كلام الله خير السنن سنن محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ ബഖറയിലെ 152 ആയത്താണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായി മനസ്സിലാക്കിയത്. അതിനെ തുടർന്നുള്ള ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين في سبيل الله أموات بل أحياء ولكن لا تشعرون ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്തഈനൂ, നിങ്ങൾ സഹായം തേടുകയും. ഇസ്തആന ഇസ്തഈനു എന്ന് പറഞ്ഞാൽ എന്താ? സഹായം തേടി, സഹായം ചോദിച്ചു, സഹായം അഭ്യസിച്ചു. സൂറ ഫാത്തിഹയിൽ നമ്മൾ ആവർത്തിക്കുന്നതാണല്ലേ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇബാദത്ത് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട അമലാണ് ഇസ്തിആന. ഇസ്തിഗാസ എന്ന് പറയും. ഇസ്തിഗാസയിൽ തന്നെയാണ് സഹായം തേടി സഹായം. ഇസ്തആന ഇസ്തഈനു പോലെ തന്നെയാണ് ഇസ്തഗാസ ഇസ്തഗീസു. അതാണ് ഇസ്തിഗാസ എന്ന് പറയും. അല്ലാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്താൻ പാടുള്ളൂ. അല്ലാഹുവിനോട് മാത്രമേ ഇസ്തിആനത്ത് നമ്മൾ നടത്താൻ പാടുള്ളൂ. അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ ഇസ്തിആദ നടത്താൻ പാടുള്ളൂ. ഇസ്തിആദ ഇതാണ് കാവൽ തേടുക, ചോദ്യം ശരണം തേടുക എന്നൊക്കെ പറയുന്നു. അതാണ് ഇസ്തിആദത്താണ്. അഊദു എന്ന് പറയുന്നു. അഊദു, ഞാൻ ശരണം തേടുന്നു, കാവൽ തേടുന്നു. ആരോട് മാത്രമേ നമ്മൾ കാവൽ തേടാൻ പാടുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ വിശ്വാസികളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണോ? നിങ്ങൾ സഹായം തേടാം. ആരോടാണ് നിങ്ങൾ സഹായം തേടേണ്ടത്? അല്ലാഹുവിനോടാണ്. നിങ്ങൾ പ്രതിജ്ഞ കൊടുക്കുന്നുണ്ട് ഇയ്യാക നസ്തഈൻ. എന്നാൽ ഒരു തവസ്സുലായിക്കൊണ്ട്, വസീലയായിക്കൊണ്ട് എന്ത് മുന്നിൽ വെക്കാം? ഇസ്വലാ, ഒന്ന് നമസ്കാരം, മറ്റൊന്ന്
ഇത് രണ്ടും ശരിക്ക് ഇബാദത്തിന്. ഒന്ന് ഇബാദ ജസദിയ, നമസ്കാരം എന്നുള്ളത് നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ജിസ്മ കൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന ഒരു ഇബാദത്താണ്. സുബ്ർ എവിടെയാണ്? സുബ്റിന്റെ കേന്ദ്രം എവിടെയാണ്? മനസ്സ്. അത് ഇബാദ ഖൽബിയ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പരീക്ഷണങ്ങളിൽ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കും, പതറാതെ. മനുഷ്യനാകെ മാനസികമായി തളർന്നു പോകുക. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ മനസ്സാകെ തകർന്നു പോകും, തളർന്നു. ആ സന്ദർഭത്തിൽ മനസ്സിന് ശക്തിയും ഊർജവും ആത്മീയമായി കരുത്തും നൽകേണ്ടത് അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ക്ഷമയും. ക്ഷമ ഒരാൾക്കുണ്ടെങ്കിൽ ആരോ ഓർക്കുന്നുണ്ട്? അല്ലാഹുവിനെ ഓർക്കുന്നു. ആ ക്ഷമക്കുള്ള അജ്റാണെങ്കിലോ തുടർന്ന് പറയുന്നുണ്ട്, സബറിനെ കുറിച്ച് പറഞ്ഞിട്ട്, ക്ഷമക്കുള്ള അജ്റാണെങ്കിലോ ഇന്നമാ യുവഫ്ഫ സ്വാബിറൂന ഉജൂറഹും ബിഗൈരി ഹിസാബ്. ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും എങ്ങനത്തെ കൂടി ഒരു കണക്കനുസരിച്ച് അതിനെക്കുറിച്ചൊന്ന് നിശ്ചയിച്ച ഓരോ അല്ലാഹുവിന്റെ മാനദണ്ഡങ്ങളുണ്ട്. പ്രതിഫലം നൽകുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ കൂലി കൊടുക്കുന്ന മാതിരിയല്ല ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി കൊടുക്കും. ഭാര്യ കൂലി എങ്ങനെ കൊടുക്കും? കൂലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിടത്തൊക്കെ പറയുന്നത് എന്താണ്? അജ്റുൻ കബീർ എന്ന്, വലിയ പ്രതിഫലം, നല്ല ശമ്പളം ഉണ്ട് എന്നെ ചോദിക്കുന്ന പറഞ്ഞാൽ എല്ലാവരും പോകണം അല്ലേ? അജ്റുൻ കരീം, മാന്യമായ പ്രതിഫലമുണ്ട്. അജ്റുൻ അലീം, മഹത്തായ പ്രതിഫലം. അജ്റുൻ ഗൈറു മംനൂൻ, ഡെയിലി വേജസ് ആണെങ്കിൽ അന്നൊന്നും പുതിയ കൊടുക്കും. എന്നാലും ഉദ്യോഗസ്ഥരാണെങ്കിൽ ശമ്പളമാവും. ശമ്പളമായിട്ട് അയാൾ സേവനം ചെയ്തതിന് തന്റെ സർവീസിൽ നിന്ന് വിരമിച്ചാലും തെറ്റ് മൂപ്പർക്ക്. അതാണ് ശരിക്ക് ഇന്ന് കൊടുക്കുക, പെൻഷന് കൊടുക്കുക. മൂപ്പര് മരിച്ചു പോയാൽ മൂപ്പരുടെ ആശ്രിതരായ ആൾക്ക്, ഭാര്യന്റെ ആരുടെ പേരിൽ എഴുതി വെക്കുന്ന അയാൾക്ക് എന്തിട്ട്. എന്നാൽ അതിനേക്കാളൊക്കെ അതാണ് അജ്റുൻ ഗൈറു മംനൂൻ, നിലക്കാത്ത പ്രതി. എന്നോ ചെയ്തു വെച്ച ഒരു പുണ്യകർമ്മത്തിന് നിലക്കാത്ത, അതിനാണ് ജാരിയ എന്ന് പറയുന്നത്, ഒഴുകുന്ന. നമ്മൾ മരിച്ചാലും ഒരിക്കലും മരിക്കാത്ത നമ്മുടെ ആത്മാവിന് നിത്യശാന്തിയായി നമ്മുടെ ആത്മാവിന്റെ കൂടെ ഒഴുകുന്ന, കബറിലേക്ക് ഒഴുകുന്ന, പരലോകത്തേക്ക് ഒഴുകുന്ന, അവിടെ ഇരുട്ടിൽ വെളിച്ചം നൽകുന്ന കർമ്മം. അങ്ങനെ അല്ലാഹു അജ്റിനെ കുറിച്ചൊക്കെ പറയുന്നു. പക്ഷേ സബറിന്റെ അജ്റിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആനിന്റെ പ്രയോഗം എന്താണ്? ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ കൊടുക്കും. ഹിസാബ് കണക്കനുസരിച്ച്. ഗൈറു ഹിസാബോ കയ്യും കണക്കില്ല. എത്രയാണ് കൊടുക്കാൻ തീരുമാനിച്ചാൽ അതാ. അപ്പൊ നിങ്ങൾ സഹായം തേടുക, അല്ലാഹുവിനോട് സഹായം തേടണം. ആ സഹായം തേടുന്ന സന്ദർഭത്തിൽ നമുക്ക് സഹായം ആവശ്യം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ സഹായം തേടാൻ, അല്ലേ? നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സംഗതികളൊക്കെ ചെയ്ത് പഠിച്ചോനെ, ഇനി എന്നാലാവുന്നതൊക്കെ ചെയ്ത് റബ്ബേ, ഇനി നിന്റെ അരികിലാണ്, നിന്റെ ആവശ്യമായ സഹായം കിട്ടി തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി അല്ലാഹുവിൽ നമ്മൾ ഏൽപ്പിക്കുന്നു. അതിനുള്ള പ്രയാസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ക്ഷമിക്കുന്നു. എന്ത് ചെയ്യണം? ആ സുബ്ർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സഹായം. നമ്മുടെ ഈമാനിനെ മുൻനിർത്തി നമുക്ക് എന്ത് ചെയ്യാം? അല്ലാഹുവിനോട് സഹായം തേടാം. വസീല, അതാണ് വസീല എന്ന് പറയുന്നത്. വസീല വേറെ മരിച്ചുപോയ മഹാത്മാക്കളുടെ ഹക്ക് കൊണ്ടോ അവരുടെ ജാഹ് കൊണ്ടോ അവരുടെ ബർക്കത്ത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ സഹായം തേടുന്നത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ല ഇസ്ലാമികമായ രീതി. മരിച്ചുപോയ ആൾക്കാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണേ യാ റബ്ബനാ. ബദിരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കണേ ലോകം. ഇപ്പോഴും വളരെ കൂടി വരികയുണ്ട് കേട്ടോ. അപ്പൊ ശിഫ ഷാഫി ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പിന്നെ ഒരാളെ ബർക്കത്ത് വേണം ശിഫയാക്കാൻ. ആരോടാ നമുക്ക് സഹായം തേടേണ്ടത്?
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് ആ രോഗം വരുമ്പോൾ അതിലൊക്കെ ക്ഷമിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ ലിക്കുല്ലിദാഇൻദവാ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, തദാവു ചികിത്സിച്ചോളൂ. ട്രീറ്റ്മെന്റിനെ പറയുന്നത്. ഇതിൽ പറയുന്നത് വലാത്തദാവു ബിൽ ഹറാം, നിഷിദ്ധമായ ചികിത്സ ഒന്നും നിങ്ങൾ നടത്താൻ പാടില്ല. ഹറാമായ ചികിത്സ എന്ന് പറഞ്ഞാൽ പഠിച്ചോന്റെ അരികിൽ നിന്ന് കൊടുത്തം വിട്ടുകൊണ്ടുള്ള ചികിത്സ, അതാണ്. അള്ളാഹിനെ മറന്നുകൊണ്ടുള്ള ചികിത്സ. ആ രീതികൾ നടക്കുന്നില്ല. ഇപ്പൊ ചികിത്സാ രീതികൾ നടക്കുന്നില്ലേ? മരണം വരെ സംഭവിച്ചില്ലേ? ഈ കാലത്താണ് അത്യന്താധുനിക കാലഘട്ടം. അതും കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് കുറവില്ല. ഡിഗ്രിയും ഡിപ്ലോമയും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഏറ്റവും പൊന്താത്തത്ര തലയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ മനസ്സ് മുഴുവൻ എന്റെ വിശ്വാസമാണ്. അത് നോക്കൂ, ഖുർആനിലെ ആയത്തുകളിലൂടെ നമുക്ക് പോകണം. ക്ഷമ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് സഹായം ചെയ്യണം. ആ ക്ഷമക്ക് കൂലി ഉണ്ട് എന്ന് പറയുന്ന വെറുതെ ഏത് സംഗതികൾ ഉണ്ടെങ്കിലും അല്ലാഹുവിൽ നിന്നുള്ള ആ വിശ്വാസത്തിന് ഒരു കോട്ടം തട്ടാൻ പാടില്ല. ചിലപ്പോൾ ചില രോഗങ്ങളിലൊക്കെ കണ്ടാൽ നമ്മൾ ഏറ്റവും അടുത്ത ആളുകൾക്ക് രോഗം വന്നാൽ ചികിത്സിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി ഡോക്ടർമാര് പറയണം അതിലേക്ക് വൈദ്യശാസ്ത്രത്തിന് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചികിത്സിച്ചു. മനുഷ്യൻ എന്തെയും എന്താ തളർന്നു പോകും. അപ്പൊ അയൽവക്കത്തെ ആള് പറയും, നിങ്ങൾ എന്തിനാ നോക്കി നിൽക്കുന്നത്? ആ മറ്റേ തങ്ങൾക്ക് പോയി എല്ലാ സംഗതികളും അവിടെ പോയി പറഞ്ഞ സംഗതി ശരിയാണെന്ത് പോയിക്കോളി എന്ന് പറയാണ് കേട്ടോ. പ്രലോഭനങ്ങൾ ഉണ്ടാകുകയാണ്, പ്രകോപനങ്ങൾ ഉണ്ടാകുകയാണ്. പിടുത്തം വിടാൻ പാടുണ്ടോ? ഇല്ല. പലർക്കും മനുഷ്യന്മാര് സുബർ. അപ്പൊ സുബർ എന്നുള്ളത് രണ്ട് രീതിയിലുള്ള സുബർ. ഒന്ന് ഇതേപോലെ ഇടങ്ങേറ്, പ്രയാസം, ദുരിതം, കഷ്ടപ്പാട്, പരീക്ഷണങ്ങൾ, അതിലെന്ത് തന്നെ വന്നാലും ആടിയുലയാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത്, ഈമാനികമായ കരുത്ത് എന്താണ്? സുബർ. മറ്റൊന്ന് പ്രയാസമൊന്നുമല്ല, അനുഗ്രഹങ്ങൾ കൂടും. സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടി. ഏത് കച്ചവടം ചെയ്താലും ഇങ്ങനെ എന്താണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞ മാതിരിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു ഒന്നാം നമ്പർ കച്ചവടക്കാരാണ്. കോഴിക്കോട് ഒരുപാട് കച്ചവടക്കാരുണ്ട് എനിക്ക് കേട്ടോ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വകാന അഗ്നാ മിൻ ബൈത്തുൽമാലിൽ മുസ്ലിമീൻ, അന്നത്തെ ബൈത്തുൽമാൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കുന്ന ബൈത്തുൽമാൽ, അന്നത്തെ മാതിരിയല്ല. ആ സമ്പന്നന്മാരായ ആളുകളുടെ മുഴുവൻ സക്കാത്തിന്റെ ഒരു ഭാഗം വിനീതോടുണ്ടാകും. അത് അഭിനയാണ്. ഏറ്റവും സമ്പന്നമായിരിക്കും ബൈത്തുൽമാൽ. അതിനേക്കാൾ സമ്പന്നമായിരുന്നു ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഗതിയാണ്. എത്ര പ്രഭുവായിരുന്നു അദ്ദേഹം എന്നാണ്. കോടിനോട് ചേർത്ത് എന്താ പറയാ, ലക്ഷത്തിനോട് ചേർത്ത പ്രഭു പറയാം. കോടിനോട് ചേർത്ത് എന്താ പറയാ, മനുഷ്യന്റെ ദർജമുണ്ട്. പിന്നെ ഏത് ദർജ? ഈശ്വരനാണ്. കോടിണ്ടായ കോടീശ്വരനാണ്. ഏതായാലും ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു കച്ചവടം ചെയ്താൽ കിട്ടുന്ന ലാഭം ഒരു കല്ലിന് പൊക്കിയാൽ അതിന്റെ അടിയിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ വാരിയെടുക്കുന്ന പോലെയായിരുന്നു. പച്ചവത്ത വർഗത്ത് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം നല്ല ക്ഷമാശീലനായിരുന്നു. അപ്പൊ നോക്കൂ, സമ്പത്തി എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. അവിടെ നല്ല ക്ഷമ വേണമെന്ന് പറഞ്ഞാൽ എന്താ? ആ സമ്പത്തിന് കൂടിയാൽ മനുഷ്യനും തോന്നും, എനിക്കിപ്പോ എന്തിന്റെ കുറവ്, ഞാൻ ആരെയും പഠിക്കുന്നു, ഞാൻ വിചാരിച്ചോട്ട് എനിക്ക് ചെയ്യാൻ കഴിയും. അതേപോലെ സ്ഥാനം, അധികാരം, ആൾബലം, ഞാൻ വിളിച്ചാൽ ഇപ്പൊ എത്ര ആൾക്കാരും വരും എന്റെ സഹായികളായി. എനിക്കെന്തിന്റെ കുറവാണ്. അപ്പൊ എന്ത് വരും മനുഷ്യന്? ഇതൊക്കെ കൂടിയാൽ, അനുഗ്രഹങ്ങൾ കൂടിയാൽ എന്ത് വരും? അപ്പൊ ആഡംബരം വരും. അടിച്ചു പൊളിയും അല്ലേ? അപ്പൊ ശരിക്കും മനസ്സിലാവും. അടിച്ചു പൊളിക്കണം
എന്ന് തോന്നലുണ്ടാവും ജീവിതം. അതിന് അറബിയിൽ പറയുന്നതാണ് തറഫ്. തറഫ് ഒരു ടറഫ് കൊണ്ടിട്ടുണ്ട്. തറഫ് എന്ന് പറഞ്ഞാൽ ഇതായ ആഡംബരം. മുത്തറഫ് എന്നാണ് ആഡംബരത്തോടുകൂടി ലഖുൽ ലഗാനുമില്ലാതെ ജീവിക്കുന്ന ആൾക്ക് ഖുർആൻ പറയുന്നത്. അവർ അതിന് മുമ്പ് മുത്തറഫീങ്ങളായിരുന്നു സൂറ ഇസ്രായേൽ പറയുന്നത്. അവർ ചെയ്യുന്ന പാപങ്ങളിൽ തന്നെ അവർ അള്ളിൽ പിടിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാതെ കഴിഞ്ഞു പോകുന്നവരായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോ എത്ര സമ്പത്ത് കിട്ടിയാലും പഠിച്ചവനെ മറക്കാതെ എങ്ങനെ ചെലവഴിക്കണം, എന്തിനൊക്കെ പ്രയോഗിച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ച് അതിനെന്ത് വേണം? സബർ വേണം. ആൾക്കാർ വരും, അവന്റെ കല്യാണമല്ലേ, നീ എന്താ, നീ ആരാ പഠിത്തത്, നീ ആരാ മതി കേട്ടോ. അതുകൊണ്ട് 4-5 കല്യാണം ദിവസം നടത്തിക്കോ കേട്ടോ. ഒന്ന് വൈലറ്റ് കല്യാണം, ഒന്ന് മഞ്ഞ കല്യാണം, ലിച്ചിയോർ 7 കളറും ഒരാഴ്ച നിൽക്കുന്നത്. എന്തിനാ പുറത്തിട്? ഇതൊക്കെ മറ്റേ ആൾക്കാർ വന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഏത് പരിപാടി ആരേൽപ്പിക്കുകയാണ്? ഇതൊരു പറയാം ഇവന്റ് മാനേജ്മെന്റ് ആണ്. ഇതൊക്കെ എന്തുകൊണ്ട് സൗകര്യം അവരാണ് ഈ സംഗതിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ ചെലവോട്ടാണ്. എല്ലാ സെബർ വേണം ഉണ്ടെങ്കിൽ പലരും വരും. അതാണ് സെബർ എന്ന് പറഞ്ഞത്. നമുക്കുണ്ട് ഇല്ല, ഞാൻ എന്ത് ചെയ്യൂല, അല്ല പറഞ്ഞ വഴിയിൽ നിന്ന് ഞാൻ മാറുന്നില്ല. അതിനൊക്കെ പരിധിയുണ്ട്. എല്ലാ സംഗതി എങ്ങനെയാണ്? അപ്പൊ മോനെ കല്യാണം ആലോചിക്കുന്നുണ്ട്, കല്യാണം ആലോചിക്കുക. അപ്പൊ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, കാണാൻ പോയി, ഇഷ്ടപ്പെട്ടാല് എന്താ വേണ്ടത്? എന്താ അവിടെ നടക്കുന്നത് എന്ന് പറയും. വളർത്തി കൊടുക്കണം, അല്ലെങ്കിലോ മിഠായി കൊടുക്കണം, അല്ലേ? എന്നിട്ട് സ്ത്രീകളൊന്നായിട്ട് വരിയായി ജാഥയായി കാണാൻ പോകണം. വെറും കൈയോടെ കാണാൻ പോകാൻ പറ്റുമോ? ഇല്ല. എന്ത് വേണം? അതിന് മിഠായി കുറച്ചൊന്നുമല്ല. എത്രയാണ്? വലിയ വലിയ കൊട്ടകളാണ്. അതും ആരെ ഏൽപ്പിക്കാനും പറയാനും മോശമാക്കാൻ പാടില്ല. ലക്ഷങ്ങളാണ് അതിനെ കുടിക്കുന്നത്. സുബർ നല്ലോണം വേണം. ഓരോ സംഗതി ആലോചിച്ചു. അപ്പൊ അവർ അവരുടെ ജീവിതത്തിൽ മുത്തറഫുകളായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. സുഖാഡംബരപ്രിയത. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ ഉള്ള സ്വത്ത്. അപ്പൊ നമ്മുടെ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. നമ്മുടെ കഴിവുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. നല്ല സുബറുവാണ് പഠിച്ചോനെ. രണ്ടാമത്തെ സുബറല്ല. ആൾക്കാർ വിചാരം സുബർ എന്ന് പറഞ്ഞാൽ ഈ ഇടങ്ങളുണ്ടാവുമ്പോ പഠിച്ചോട്ടെ വിചാരിച്ചിട്ട് അപ്പൊ നിസ്കാരത്തിന് ശേഷം എല്ലാ ദിക്കും ചൊല്ലി കുറച്ചേരം കൈ ഉയർത്തിയാൽ എന്തായി? ആ സുബർ മാത്രല്ല, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സൗകര്യങ്ങളും നിലനിൽക്കെ തന്നെ അതൊന്നും അല്ലാഹു ഇഷ്ടപ്പെടാത്ത വഴിയിൽ ഞാൻ ചെലവഴിക്കുകയില്ല എന്ന നിലക്ക് ആ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അതാണെന്ത്? അതിന് കഴിയണം. ഈ സുബറിന്റെ 2 പ്രശ്നം. അതുകൊണ്ടാണ് നിങ്ങൾ സഹായം തരുന്നത്. സുബർ പിന്നെ പറഞ്ഞ നമസ്കാരം. നമസ്കാരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സഹായം. നമസ്കാരം അങ്ങനെ. കാരണം മനുഷ്യന്റെ അവസ്ഥ പുറം പറയുന്നത് ഇന്നൽ ഇൻസാന ഖുലിഖ ഖലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹു ഖൈറു മനുഅ ഇന്നൽ മുസല്ലി. നമസ്കാരക്കാർക്ക് ഉണ്ടാവില്ല. നമസ്കാരം ശരിക്കും ഹൃദയംഗമമായി അല്ലാതെ നമസ്കരിക്കുന്ന ആളുകൾക്ക്. ഞാനിപ്പോ അവിടെ പന്നിയങ്കര സ്കൂളിന്റെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി നടന്നിങ്ങനെ വരും. അപ്പൊ അവിടെ ഹൃദയപോലെ വന്ന് മനുഷ്യന്മാര് കാലും കൊടുത്താണല്ലോ വരുന്നത്. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യരാണ്. എന്നിട്ടാണ് അവന്റെ കുടുംബത്തിനോട് അങ്ങനെ ചെയ്തത്. ആ സമൂഹത്തിന്റെ സ്പന്ദനങ്ങളാണ്. എന്താ നോക്കട്ടെ?
കടയിൽ ഇതിന്റെ ചോട്ടിൽ തടിച്ച ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. 2-3 ആൾക്കാർ അവിടെ ഇരുന്നിട്ട് അതിൽ പറയണം, വെറുതെ ഇങ്ങനെ ചൂണ്ടിയിട്ടാണ് 5 നേരം നിസ്കരിക്കുന്ന ആളാണ്. എന്താ നമസ്കാരം? ആ നമസ്കാരം എങ്ങനെയുണ്ട്? അതുകൊണ്ട് സഹായം തേടാൻ പറ്റൂല എന്നർത്ഥം. അപ്പൊ സഹായം തേടാൻ പറ്റുന്ന നമസ്കാരമായി നമ്മുടെ നമസ്കാരം മാറണം. നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വേണം. ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുന്ന യോഗ്യമായ പ്രാർത്ഥനയാണ്, നമസ്കാരമാണ് എന്നത് കൂടി അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അങ്ങനെ തന്നെയല്ലേ? ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു മുതൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പഠിച്ചോനെ, നിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണിത്, അതുകൊണ്ട് എനിക്ക് ഈ സഹായം തരണേ. സ്ഥലീനോ സഹായം തരിക്കൊണ്ട് സബ്റ് കൊണ്ട് പഠിച്ചോനെ, ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കി നീ എന്നെ. പക്ഷേ നീ എനിക്ക് നൽകിയ സമ്പത്ത് നിനക്കിഷ്ടല്ലാത്ത ഒരു വഴിയിലും ഞാൻ ചെലവഴിച്ചിട്ടില്ല റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് സഹായം. നമ്മളെവിടെയൊക്കെ ക്ഷമയെ അവലംബിച്ചിട്ടുണ്ടോ, ആ ക്ഷമയൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സഹായം തരണം. നമ്മുടെ നമസ്കാരം നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യനാകെ അസ്വസ്ഥഭരിതമായ മനസ്സിന്റെ ഉടമയായിക്കൊണ്ടാണ് കഴിഞ്ഞുകൊണ്ട്. എന്തെങ്കിലും ഒരു പ്രയാസം അവനെ ബാധിച്ചാൽ അവനെന്തായി അഴിഞ്ഞ അവന്റെ മനസ്സിങ്ങനെ അസ്വസ്ഥമായി. സ്വസ്ഥതയല്ലേ, സമാധാനമില്ല, ടെൻഷനാണ്, ഡിപ്രഷനാണ്, പിരിമുറുക്കാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ, ഇതൊന്നും ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ പരിശീലിക്കാൻ, അത് നേടിയെടുക്കാൻ ആണിത് അസ്വല. അതാണ് അവിടെ പറഞ്ഞ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ദാഇമൂൻ. നിസ്കാരത്തിന് വേറെ ഇതും കൂടി വിശേഷം, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ ഖദ് അഫ്ലഹ അൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുള്ളവരാണോ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഭക്തി നിലനിൽക്കുന്നവർ. നിസ്കാരത്തിലെ ഭക്തിയാണ് നമസ്കരിക്കുമ്പോൾ അള്ളാഹിനെ മുനാഫിക്കീങ്ങൾ അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. നിസ്കരിക്കുമ്പോ ഉണ്ട് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവര് നമ്മളുള്ള വ്യത്യാസം എന്താകണം? അവരെന്താണ് ഇങ്ങനെ ഇത്രയും അള്ളാഹ് കൊടുത്തിരുന്നത്? വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. നിസ്കരിക്കാൻ നിന്നാൽ മടിയന്മാരായി നിൽക്കാം. ബാങ്ക് കൊടുത്താക്കോ ബാങ്കും കഴിഞ്ഞിട്ട് കേട്ടോ, അങ്ങനെയാണ് പോണത്. റസൂല് പറഞ്ഞതോ, മുഅ്മിനീങ്ങൾ റസൂലിന്റെ അവസ്ഥ എന്തായിരുന്നു? അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലെ ഇഖാമത്ത് കൊടുക്കൂ, എന്നിട്ട് നമസ്കാരം കൊണ്ട് മനസ്സിന് ആസ്വാദനം നൽകും. ആ രണ്ട് നമസ്കാര വ്യത്യാസമില്ല. വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല യുറാഊന അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് എന്ത് നിസ്കാരം. മഗ്‌രിബിന് ആൾക്കാർ കൂടും. കാരണം എന്താ? പള്ളി കമ്മിറ്റി പ്രസിഡന്റും സക്കാത്ത് കമ്മിറ്റിയിലെ ചെയർമാനും ഒക്കെ ഉണ്ടാവും. ഇപ്പോഴും അപ്പോഴേ വരുള്ളൂ കേട്ടോ, അതുണ്ടാവും. അപ്പൊ എന്താ വല്ല അപേക്ഷയൊക്കെ കൊടുക്കുമ്പോ ആർക്കാണ്? അത് നമ്മളെ പള്ളികളിലും അല്ല, യുറാഊനന്നാസ്. നബിന്റെ കാലത്ത് ഇന്ന അവസ്ഥയെ പോലെ മുനാഫിഖീങ്ങളുടെ അവസ്ഥയൊക്കെ പറയുന്ന പോലെ ജനങ്ങളെ കാണിക്കാൻ പള്ളിയിൽ അവര് വരും നിസ്കരിക്കും. പിന്നെന്താ? നിസ്കാരത്തിൽ അള്ളാഹ് ആരും ഓർക്കുന്നുണ്ട്? അവിടെ വിശ്വാസങ്ങൾ ഓർക്കും. എത്രയും ഓർക്കുന്നത്? കുറച്ച്. അപ്പൊ അള്ളാഹ് 5 മിനിറ്റ് നേരത്തെ 2 റക്അത്ത് നിസ്കാരമാണെങ്കിൽ അവര് എത്രയും അള്ളാഹിനെ ഓർക്കുള്ളൂ? 1.5 മിനിറ്റൊക്കെ. അല്ലെ ബാക്കിയുള്ളതോ കുറെ കാര്യങ്ങൾ ഓർമ്മ വരും, മർമ്മത്തപ്പോഴും അള്ളാഹ് കുറച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ നമസ്കാരം എന്താകണം? കൂടുതലായി അള്ളാഹുവിനെ ഓർക്കണം. മനുഷ്യസാധ്യമായി മനസ്സങ്ങോട്ടും പോയാൽ ബുദ്ധിമുട്ടിനെ കുറിച്ചുകൊണ്ട്
അപ്പോഴാണ് നമസ്കാരം അള്ളാന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുന്നത് സംഗതിയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അള്ളാഹിനെ ഓർക്കാത്ത നിസ്കാരത്തിന്റെ ആ കാട്ടിക്കുത്തലുകളെ കുറിച്ച് പഠിച്ചവനെ എന്താ വിചാരിക്കാൻ? ആർക്ക് വേണ്ടതോ നിന്റെ ഈ ചുരുക്കുകൂടലും നിന്റെ ഈ കാട്ടിക്കുത്തലും പറഞ്ഞിട്ട് അതിന് ചുറ്റി പിടിച്ച് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുക എന്താ നിസ്കാരം? ആരാ? അബ്ദുല്ലാലമീനായ തമ്പുരാൻ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾക്ക് എന്ത് പറ്റിയ മനുഷ്യരെ? നിങ്ങളുടെ അള്ളാഹുവിന് ഒരു ബഹുമാനവും നിങ്ങൾ കൊടുക്കുന്നില്ലേ? വഖാർ, അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യം കൊടുക്കുന്നില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലാഹു കൂടെ ഉണ്ട്. നമ്മൾ ക്ഷമിച്ചിട്ടില്ലെങ്കിലോ നമ്മളെ കൂടെ ഇല്ലേ? ഉണ്ട്. അപ്പൊ മഴക്കും അതിനെമാക്കും നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മുടെ അടുത്തല്ലേ പഠിച്ചോ? നിങ്ങളുടെ ജീവനാടിയേക്കാൾ നിങ്ങളോട് സമീപസ്ഥനാണ്. അപ്പൊ നമ്മുടെ കൂടെ. പിന്നെ ഇവിടെ പറഞ്ഞെന്താ? ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്ന് പറഞ്ഞെന്താ? ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെ അല്ലാഹുവുണ്ട്. അല്ലാഹുവിന്റെ സഹായം അവർക്ക് ഇസ്തിആനത്ത് തേടിയാൽ ഈ സ്വഭാവം നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ സഹായം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലാഹു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ അല്ലാത്തത്? ഇവിടെ അല്ലാഹുവിന്റെ സഹായം കിട്ടാനുള്ള യോഗ്യത നമ്മുടെ നമസ്കാരത്തിന് ഉണ്ടാകണം, നമ്മുടെ വിശ്വാസത്തിന് ഉണ്ടാകണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാണ്. മറ്റൊരു വിഷയം, ഇത് ക്ഷമയായിട്ട് ബന്ധമില്ല. എന്താ ഈ ആയത്തിന്റെ ഇടയിൽ പറയുന്നത്? ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولا تقولوا നിങ്ങൾ പറയരുതേ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി എന്ന് പറഞ്ഞാൽ ശുഹദാക്കളെ പറ്റി. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരാരാണ്? രക്തസാക്ഷികൾ, ഷഹീദായവരെ പറ്റി നിങ്ങൾ പറയരുത്. അംവാത്, അവർ മരണപ്പെട്ടു പോയവരാണ് എന്നല്ല നിങ്ങൾ പറയുന്നത്. എല്ലാവരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ? അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ മനുഷ്യന്മാരും മരിച്ചാൽ ഇവിടുന്ന് ദുനിയാവ് നീങ്ങിപ്പോകൽ. എന്നാൽ രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന ആളുകൾ സാധാരണ കേവല മരണം സംഭവിച്ച് ഇവിടുന്ന് മരിച്ചു പോകുന്നവരെ പോലെ. ബൽ അവർ അഹ്യാ, അവരെന്ത് ചെയ്യുന്നത്? ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ആയത്തും കൂടിയാണ് ഇവിടെ. ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അതിനെപ്പറ്റി അറിയുന്നില്ല, അതിനെപ്പറ്റി ബോധവാന്മാർ. ഖുർആനിന്റെ ഒരു ആയത്ത്, അതിന്റെ വിശദീകരണം വേറെ ആയത്തിലുണ്ടാകും. വേറൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ആരുടെ അരികിലാണ് പറയുന്നത്? അള്ളാഹുവിന്റെ അരികിൽ ഉന്നതമായ സ്ഥാനം അത് നേടി, അത് ആസ്വദിച്ച്, അത് അനുഭവിച്ച് അള്ളാഹു നൽകുന്ന എല്ലാ സ്വർഗീയ വിഭവങ്ങളും ആസ്വദിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയാണ് അവർ. അത് രക്തസാക്ഷികളാണ്. ഈ ആയത്തിലൂടെ പറയുന്നത് സാധാരണ മരണത്തെക്കാൾ രക്തസാക്ഷിത്വത്തിനുള്ള ശ്രേഷ്ഠതയാണ്. അപ്പൊ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്തിന്റെ മഹത്വം മനസ്സിലാവുകയുള്ളൂ? എന്തിന്റെ മഹത്വം മനസ്സിലാവുകയുള്ളൂ? രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കുക. അപ്പോ രക്തസാക്ഷികൾക്ക്
ഈ ദുനിയാവില് അവർക്ക് എന്ത് ചെയ്തു? ജീവിതം നഷ്ടമായി. എന്നാൽ അള്ളാഹുവിന്റെ പേരിൽ സ്വന്തം ജീവനെയും ജീവിതത്തെയും ബലിദാനം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നഷ്ടപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉന്നതമായ പദവിയും സ്ഥാനവും നൽകുന്നുണ്ട് എന്ന വിശേഷം. എന്നൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മരിച്ചതിന് ശേഷം വട്ടപൂജ്യം, ശൂന്യത, ഒന്നുമില്ല, ഉയർത്തെഴുന്നേൽപ്പില്ല, വിചാരണയില്ല, സ്വർഗമില്ല, നരകമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് രക്തസാക്ഷിത്വം എന്താണ്? അങ്ങനെ കുറെ ശ്രോതാക്കളെ നമ്മൾ കാണുന്നില്ല, അല്ലേ? അങ്ങനെയുള്ള ശ്രോതാക്കളിൽ അച്ഛന് ശേഷമൊന്നുമില്ല, ഇവിടെ ജീവിച്ച അത് കിട്ടി. പക്ഷേ ഈ മരണാനന്തര ജീവിതത്തിലും പരലോകത്തിലും സ്വർഗനരകങ്ങളിലൊന്നുമില്ല വിശ്വാസമില്ലാത്ത ആളുകളും രക്തസാക്ഷിത്വത്തെയും രക്തസാക്ഷികളെയും എന്ത് ചെയ്യുന്നുണ്ട്? രക്തസാക്ഷിയായാലും സാധാരണ മരിച്ച ഒരാളാണെങ്കിൽ എന്തെങ്കിലും പോയിട്ടൊന്ന് സന്ദർശനമൊക്കെ നടത്തിപ്പോകും. രക്തസാക്ഷിയാണെങ്കിൽ പട്ടപൂജ മരിച്ചതിന് ശേഷം എന്നാണ് എല്ലാവരും വിശ്വാസം. എന്നാലും വരും പ്രീത്ത് ചതുരത്തിലല്ലോ, അല്ലല്ലോ. എന്താണ് വട്ടപൂജ? എന്റെ കഥ ഞങ്ങളും എന്നെ കൊണ്ട് മുതലെടുക്കാം. എന്റെ കഥ വട്ടപൂജ. എന്ത് വേണം? ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു, അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. മരിച്ചവരെല്ലാം നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരാണ്. രണ്ട് രക്തസാക്ഷിത്വം തമ്മിൽ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവരെ കൊണ്ട് എന്ത് ചെയ്യാണ്? ഇവിടെയുള്ള ആൾക്കാര് ജീവിക്കാൻ. ആരെ കൊണ്ട്? അപ്പൊ നിങ്ങൾ രക്തസാക്ഷിത്വം ഭരിച്ചത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു. കേട്ടോ? അതൊരു വർഷം. വേറൊരു വർഷം ഇതേപോലുള്ള കുറെ ശുഹദാക്കന്മാരുടെ കബറിടങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇല്ലേ? അവിടെ ജാറങ്ങളുണ്ട്, ദർഗകളുണ്ട്, മക്കാമുകളുണ്ട്, മക്ബറകളുണ്ട്, ഉറൂസുകളുണ്ട്, ചന്ദനക്കുടമുണ്ട്, ആനകൾ എഴുന്നള്ളുന്നുണ്ട്. കേട്ടോ? നല്ല തുണിയൊക്കെ വിരിച്ച് ജാറ മൂടുന്നുണ്ട്. ഉണ്ടോ? ഓമാനൂർ ശുഹദാക്കളുടെ നിർച്ചപ്പെട്ടി പെണ്ണ്, അതുപോലെ ഒരുപാട് ശുഹദാക്കളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരലോകത്ത് കൊടുക്കുന്ന കാര്യം ഇവിടെ ഖുർആനിൽ പറയുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാണ്? യുർസഖൂന ഫിൽ അർള് ഫിൽ ദുനിയ. അവരെ കൊണ്ട് മരിച്ചുപോയ അവരെ കൊണ്ട് ദുനിയാവിൽ എന്ത് ചെയ്യുന്നു? മനുഷ്യന്മാർ ജീവിക്കുന്നു. ഈ രണ്ടും ഒരേപോലെ ആ കാര്യത്തിൽ ദുരുപയോഗപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരാരാണ്? പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെന്ത് ചെയ്യാണ്? ജീവിച്ചിരിക്കുകയാണ്. അവർക്ക് പ്രത്യേക പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എന്നാൽ സാധാരണ മരിച്ചിട്ടുള്ള ഒരു മുസ്ലിം, ഒരു മുഅ്മിനായ ആളെന്ന് വിചാരിച്ചു, അവര് അള്ളാഹുവിന്റെ അരികിലെത്തിയാലും മരിച്ചാൽ പോയാലും അവര് ജീവിച്ചിരിക്കല്ലേ? എന്താ നമ്മൾ മനസ്സിലാക്കി? അവർക്ക് ജീവിതമല്ലേ അവിടെ? ബർസഖിയായ ലോകത്തെ അവർ ജീവിച്ചിരിക്കുന്നില്ലേ? അവരല്ലാത്താണോ? അവരാരാണ്? അവർ ആലമുൽ അർവാഹിലാണ്, എല്ലാവരുടെയും പോകുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞത് ശുഹദാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖിയായ ലോകത്ത് ആലമുൽ അർവാഹിൽ നൽകുന്ന പ്രത്യേകമായ പദവിയും സ്ഥാനവുമാണ്. അപ്പൊ ഈ സാധുക്കൾ വിചാരിച്ചത് ഓലിപ്പം ഇവിടുത്തെ മതത്തിൽ തന്നെ അവിടെ എന്ത് ചെയ്യാണ്? ജീവിച്ചിരിക്കുകയാണ്. അപ്പം ഇനി അവരോട് നമുക്ക് സഹായം തേടാം. ഇസ്തിഹാദത്ത് ഇവിടെ പറഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് പറഞ്ഞത് ഈ കാര്യം പറയുന്നത്. നിങ്ങൾ ആരോടാ സഹായം തരേണ്ടത്? അള്ളാഹുവിനോട്. എന്തൊക്കെയാ നിങ്ങൾ മുന്നിൽ വെക്കേണ്ടത്? ഔലിയാക്കളെല്ലാം മുന്നിൽ വെക്കേണ്ടത്, ഓലെ ബർക്കത്തെല്ലാം മുന്നിൽ വെക്കേണ്ടത്, ഓലെ ജാഹെല്ലാം മുന്നിൽ വെക്കേണ്ടത്, അവരുടെ ഹത്തെല്ലാം മുന്നിൽ വെക്കേണ്ടത്.
നിങ്ങളുടെ നമസ്കാരവും നിങ്ങളുടെ ക്ഷമാശീലവും സഹനബോധവും മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടേണ്ടത്. മരിച്ചുപോയ ആൾക്കാരൊന്നും തന്നെ കേൾക്കൂല. അള്ളാഹുവിന്റെ അരികിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവരൊന്നും യാതൊരു ബന്ധം. ഓരോ ഇസ്തിഹാസത്തോ ഇസ്തിഹാസത്തോ സഹായമൊന്നും നടത്താൻ പാടില്ല. അത് അള്ളാഹു പഠിപ്പിച്ച ദീനിന് എതിരാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ഇപ്പൊ നമുക്ക് ആദ്യമായി ഇസ്ലാമിൽ നടന്ന യുദ്ധേതാണ്? ബദർ അല്ലേ? ബദർ യുദ്ധത്തിൽ മരണപ്പെട്ട ആളുകളാണ് ആര്? ബദരീൻ. ബദർ യുദ്ധത്തിൽ ഷഹീദായ ആളുകളാണ് ബദരീൻ. അവർക്ക് അല്ലാഹു ഈ പറഞ്ഞ ഉന്നതമായ പദവി ബർസഖിയായ ലോകത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനി ഉയർത്തെഴുന്നേൽക്കുന്ന നാളിന് ശേഷം യൗമുൽ ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമുന്നതമായ പദവി അവർക്ക് നൽകുന്നു. എന്നാൽ ഈ ബദരീങ്ങളെ അവര് അഹിയാ തന്നെയാണ് അള്ളാഹുവിന്റെ അരികിൽ. ആ ബദരീങ്ങളോട് എന്തെങ്കിലും പ്രശ്നത്തിൽ ആരെങ്കിലും സഹായം നൽകിയോ? സഹാബിമാരിൽ നിന്ന് ആരെങ്കിലും സഹായം നൽകിയോ? ഇല്ല. എന്നാൽ അതാണ് ഇവിടെ ഇവരോടൊക്കെ സഹായം തേടാന്ന് പറഞ്ഞുകൊണ്ട് ആ ശുഹദാക്കളെ കൊണ്ട് ഉപജീവിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നായിരത്തി നോക്കൂ. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. നിങ്ങൾ അതിനെപ്പറ്റി പറയുന്നു, തിരിച്ചറിയുന്നു. ശരിക്കും തിരിച്ചറിയുന്നില്ല, ബോധവാന്മാരില്ല. ഇനി പറയുന്നു നോക്കൂ. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. إِنَّ اللَّهَ مَعَ الصَّابِرِينَ. അല്ലാഹു അവരുടെ കൂടെയാണ് ക്ഷമാശീലങ്ങൾ. وَبَشِّرِ الصَّابِرِينَ. സന്തോഷ വാർത്ത ആർക്കാണ്? ക്ഷമാശീലം. അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത ക്ഷമാശീലം. അപ്പൊ നമുക്ക് തോന്നുന്നുണ്ട് നമുക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണം തന്നെയാണ് ഇത്. അത് പരിശീലിക്കാൻ പറ്റിയ ഒരു ഫീൽഡ് സ്ഥലം ഏതാണ്? വീട്ടിന്റെ പുറത്തുനിന്നോ വീട്ടിന്റെ ഉള്ളുന്നോ? എന്താ എല്ലാരും ചിരിക്കുന്നത്? സബറിനെ പരിശീലിക്കാൻ പറ്റിയ ഒരു സ്ഥലം വീടിന്റെ അകമാണോ വീടിന്റെ പുറാണോ? രണ്ടും പറ്റും അല്ലേ? അത് ആദ്യം ഒന്ന് തന്നെ തുടങ്ങുക. പരിശീലനം ട്രെയിനിങ് കോഴ്സാണ് ഇപ്പൊ ഒക്കെ. എല്ലാവരും ആർപിമാരാണ്, റിസോഴ്സ് പേഴ്സൺസ് ആണ് ഇപ്പൊ എല്ലാവരും കേട്ടോ. ഈ പരിശീലനത്തിന് പറ്റിയ ഇടം എവിടെയാണ്? നമ്മുടെ വീടാണ്. അവിടെ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ കുടുംബങ്ങളുണ്ട്, അവിടെ എല്ലാ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം കൂടി വിരുണ്ടുകൂടി വരുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ വീടിന്റെ അകത്തളം. അപ്പൊ ആ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ഒരു പരിശീലനം, അതിൽ വിജയം നടത്തുകയാണ്. അതിന്റെ പുറത്തേക്ക് അങ്ങനെ വല്ലാതെ അറിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാര് ആരാണ്? നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും നല്ലൊരു വ്യക്തിക്ക് ഒരു അവാർഡ് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഏറ്റവും വലിയ നല്ല വ്യക്തി ആരാണ് എന്നുള്ളതിന്റെ മാനദണ്ഡം മുമ്പരും സുബൈന്റെ മുമ്പോട്ട് പോയിട്ടുണ്ട്. സുബൈന്റെ മുമ്പ് പള്ളി വന്ന മുസാഫൻ നേരം അങ്ങനെ മറക്കുക. അതാണ് റസൂല് പറഞ്ഞ എന്താണ്? പള്ളി വന്നിട്ട് നിസ്കരിക്കുന്ന ആളാരാന്ന് നോക്കാൻ ആരോട് ചോദിക്കണം? സ്വകാര്യമായിട്ട് ഭാര്യമാരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഭർത്താവ്? എന്നെ പറ്റി ഞാൻ നിങ്ങളിങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കേണ്ടല്ലോ കൂടെ ഒരു തിരക്കേട്ട് കേട്ടോ. എനിക്ക് മറക്കേണ്ട ആളാരാണ്? അവന്റെ സെബറൊക്കെ ശരിക്കും ഞാൻ സെബറിലെ സെബറോമീറ്റർ ഉണ്ട്, തെർമോമീറ്റർ.
ആ സെപ്രോമീറ്ററിലെ രസവിധാനം എത്ര വരെ പ്രഷറൊക്കെ കുറെ ഉയർന്നിട്ടുണ്ടെങ്കിലും അവര് ശരിയല്ല, എത്ര ഉണ്ട് എന്നൊക്കെ കൃത്യമായി അതിൽ നിന്ന് അടക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നോക്കൂ, എന്തൊക്കെ കാര്യം പഠിച്ചാൽ നമുക്ക് ജീവിതത്തിൽ നൽകും. 5 കാര്യങ്ങളും പറയുന്നില്ലേ. ഒന്ന് നോക്കൂ, വല്ലനബിലുവന്നക്കും, ഉറപ്പായിട്ട് നിങ്ങളെ പരീക്ഷിക്കും. നമ്മളൊക്കെ പരീക്ഷ ഉണ്ടാവും അല്ലേ? ഇതിലൊക്കെ പഠിച്ചോ നമ്മളെ പരീക്ഷ ഉണ്ടാവും. അങ്ങനെ ടിക്കറ്റ് ചെയ്താൽ മതി. എന്തിലൊക്കെയാണ് വായത്തോളൂ. വല്ലനബിലുവന്നക്കുന്ന, നിങ്ങൾ മരിക്കുന്നതിനിടക്ക് നിങ്ങളെ പരീക്ഷിച്ചിരിക്കുന്ന. പരീക്ഷ എന്തിനാ? 100% വിജയം. ഖുർആൻ വെളിച്ചം പരീക്ഷ എഴുതുന്നുണ്ടാവുന്നത് അല്ലേ? അത് 99 ആയ എന്തിനാണ്? എത്ര വേണം? 100 വേണമെന്നുള്ള പലകം വേണം. അവർക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ ഇത് അള്ളാന്റെ ഒരു പരീക്ഷയാണ് ജീവിതത്തില്. വല്ലനബിലുവന്നക്കും ബിശൈഇൻ ഖൗഫ്, കുറച്ചൊക്കെ പേടി, ഭയം, ഭീതി നൽകിക്കൊണ്ട് പഠിച്ചവൻ പരീക്ഷിക്കും. കാരണം എന്താണ്? രോഗം വന്നിട്ട് ഡോക്ടർ പറഞ്ഞു അയക്കണം, ഇതിനെ സാധനം അയക്കണ്ടേ അല്ലേ? ഡോക്ടർ പറയണേ ടെസ്റ്റിനെ അയക്കണം. അത് ഡോക്ടർ പറഞ്ഞത് മുതൽ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും? ഷെയ്മിനും ഖൗഫ് ഉണ്ടാവും അല്ലേ? പക്ഷേ നീ എനിക്ക് വലിയ രോഗമൊക്കെ തന്നെനിക്ക് എന്നെ പരീക്ഷിക്കാണോ റബ്ബേ എന്നൊക്കെ ചോദിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇതുപോലെ ഷെയ്മിനും ഖൗഫ് പഠിക്കുന്നുണ്ട്. പിന്നെയോ നഖ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുറവ്, കുറവ്, ചുരുക്ക, കുറവ്. ഉണ്ട് അല്ലേ? അതെ അതെ, ആർക്കും വിശക്കലില്ല, അതുകൊണ്ട് വിശപ്പ്. എന്നപ്പോ എന്നാലും ഞാൻ വായിച്ചില്ലേ, ലോകത്ത് എത്ര ആളുകളാണ് പട്ടിണി എടുക്കുന്നത്, പട്ടിണി മരണങ്ങൾ സംഭവിക്കുന്നതിന്റെ കണക്കാ പറയുന്നത്. എത്തിപ്പിക്കുന്ന കണക്കാ, ലോകത്തിന്റെ കാര്യമാണ്. എല്ലാ കാര്യവും അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. എന്തുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നു? ചൂട് ഇത് നൽകി, വിശപ്പ് നൽകി. വിശപ്പ് എന്താ നമുക്ക് അറിയുന്നില്ല. വിശപ്പ് ശരിക്കും അനുഭവിച്ചിട്ടില്ല. നമ്മളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ വെൽക്കല്ലേ? വിശപ്പല്ലേ? നോമ്പ് നോക്കാനല്ല വിശപ്പല്ല. നോമ്പ് നോക്കണ എങ്ങനെയാ? പെരുമ്പാമ്പ് ഇരം കുടുങ്ങിയ മാതിരി അത്താഴം കഴിക്കും. ആരും നിറച്ച്, പിന്നെ നിറച്ച്, പിന്നെ കുറച്ച് നെയ്യും, പിന്നെ പൂമ്പഴം, പിന്നെ കുറച്ച് ചോറിട്ട് പിന്നെയൊന്നും കഴിച്ചു ജാമാക്കിട്ട് എന്താ നമ്മളൊക്കെ പഠിപ്പിച്ച് ആ അത്താഴം അത്താഴം കഴിച്ചോളൂ. അത് വെള്ളം തന്നെയെങ്കിലും കുടിച്ചിട്ട് നിങ്ങൾ അത്താഴം കഴിക്കണം. അത്താഴമില്ലാതെ മുമ്പ് കൊടുക്കരുത്. അതിലൊരു ബർക്കത്തിനൊക്കെ പറഞ്ഞ് റസൂലിന്റെ അത്താഴം എന്നിട്ടോ ഭക്ഷണമൊക്കെ റെഡിയാക്കി കാത്തിരിക്കുകയാണ്. അതിന്റെ അടിയിൽ കുറച്ച് ഞാനെന്ത് ഇത് തന്നെ ദഹിച്ചിട്ടുണ്ടാവും. ഏത് 8 മണിക്കൂർ പരമാവധി സമയം നോമ്പ് അതിന് നമ്മൾ പേരിടുന്നു. എന്നിട്ടൊക്കെ റെഡിയാക്കിയിട്ട് തന്നെ നോക്കി കാത്തിരിക്കുക. അത് വിശപ്പാ? പട്ടിണിയാണോ? ഇല്ല. പിന്നെയോ കുടിക്കാൻ വെള്ളമില്ല, തിന്നാനൊന്നുമില്ല, ദിവസങ്ങളോളം വിശപ്പ് എന്ന പുസ്തകം യുവതപ്പം പ്രസിദ്ധീകരിച്ചു. മുഖ്താറുപോയില്ലേ, അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നത്. 2-3 ദിവസമായിട്ട് അദ്ദേഹം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതിന്റെ അടുക്ക് ഒരു കൂട്ടുകാരൻ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. ഭക്ഷണം ഉണ്ടാക്കാൻ കുറച്ച് വൈകി, കുട്ടിക്ക് വിളിച്ചുകൊണ്ടായി. ഭക്ഷണം ഉണ്ടാക്കാൻ വൈകി എന്നിട്ട് ഭക്ഷണം കൊടുത്ത് കൂട്ടുകാർ പറഞ്ഞു നിങ്ങൾക്കൊന്ന് നോമ്പായി, അതുകൊണ്ടാണ് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കഴിക്കുമ്പോൾ മനസ്സിൽ വിചാരിച്ചു എന്ത് നോമ്പ് തുടങ്ങിയിട്ടൊക്കെ ഇപ്പൊ എന്ത് നോമ്പാണ്. അതേപോലുള്ള അവസ്ഥകൾ
അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. നഖ്സും മിനൽ അംവാൽ, നഖ്സ് എന്താണ്? കുറവ്. ആ സമ്പത്തിന്റെ എല്ലാ സമ്പത്ത് കുറവ്. ബിസിനസ്സിൽ കുറച്ച് ലാഭം പറയുന്നത് എന്താ പറയുന്നത്? ലാഭം കുറച്ച് കമ്മിയാകുക. നഖ്സാണ് മാന്യം എന്ന് പറയാം. സാമ്പത്തിക മാന്യം അയാൾക്കൊന്നുണ്ടായിരുന്നു. സാമ്പത്തിക മാന്യം. അതേപോലെ തന്നെ ഈ നമ്മുടെ കോവിഡ് കാലത്ത് ഉണ്ടായി ഏർപ്പാടുകളൊക്കെ ഒന്ന് ഡിമ്മായിട്ട് എല്ലാ സംഗതിയും തന്നെ പരീക്ഷണമാണ്. സാമ്പത്തിക മാന്യം, നിങ്ങളുടെ സമ്പത്തിനുള്ള സ്വഭാവം. അതേപോലെ തന്നെ വിഭവ നഷ്ടം പോലെ തന്നെ ജീവ അത് നമുക്ക് സംഭവിച്ചില്ല ഈ കാലത്ത്. കോവിഡ് കാലത്തിലെ പ്രിയപ്പെട്ട സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത നനച്ചിരിക്കാത്ത വേളയിൽ അപ്രതീക്ഷിതമായി നമ്മുടെ പ്രിയപ്പെട്ടവർ ആരോഗ്യത്തോടു കൂടി നിൽക്കുന്ന ചോദ്യമുള്ള ആൾക്കാർ. അതുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. സമറാത്ത് എന്ന് പറഞ്ഞാല് അല്ലാഹു നമുക്ക് നൽകുന്ന എല്ലാ വിഭവങ്ങൾക്കുമാണ് സമറാത്ത്. ഫലങ്ങൾ, എല്ലാ നിലക്കുമുള്ള വിഭവങ്ങൾ, അതുമൊക്കെ അതുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ അപ്പോഴും പതറാൻ നിങ്ങൾ ക്ഷമയവലംബിക്കണം, സഹനം അവലംബിക്കണം. അപ്പൊ നമ്മൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ താഴെയുള്ള ആളുകളുടെ അവസ്ഥ വലിയ കഴിവുള്ള ഒരു മനുഷ്യൻ കച്ചവടക്കാരുടെ കുരുത്തപ്പെട്ട് ഇല്ലാത്ത നഷ്ടത്തിലേക്ക് പോക്കുപെട്ട് താമസിക്കുന്ന ഖുർആൻ എടുത്ത് പറഞ്ഞ 8 കാര്യങ്ങളിൽ അതിലൊന്നാമത് മസാക്കിനത്തെ ഉദവന, നിങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ള നിങ്ങളുടെ വീട് അത് അദ്ദേഹം തരുന്നത് വിൽക്കേണ്ടി വന്നു. വലിയ സൗകര്യമുള്ള അവസ്ഥയിൽ നിന്നും അതിന്റെ പകുതിയും സൗകര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നു? മാറി താമസിക്കുന്നു. ചെറിയ സൗകര്യം വരുന്ന പരീക്ഷണം എന്ത് ചെയ്യണം? പരീക്ഷണം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? പക്ഷേ നിങ്ങൾക്ക് എത്ര വലിയ സൗകര്യം ഇതുവരെ നൽകി, അപ്പൊ കുറച്ച് സൗകര്യം കുറഞ്ഞു നിലവുള്ളൂ. ഇത്രയും സൗകര്യമില്ലാത്ത മനുഷ്യന്മാരുണ്ട്. അതിനാണ് അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി ലദീ ഞാൻ പട്ടിണി കിടന്നിട്ടില്ല, വസഖാന ഞാൻ ദാഹിച്ചു വലഞ്ഞിട്ടില്ല, എനിക്കത് കുടിക്കാൻ കിട്ടിയിട്ടുണ്ട്. എന്റെ ഭക്ഷണത്തിലും പാനീയത്തിലും ഒക്കെ എനിക്ക് മതി വന്നിട്ടുണ്ടല്ലോ, ഉതി തീരുവോളം ഞാൻ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. വാവാന എനിക്ക് തലചായ്ക്കാൻ ഒരിടമുണ്ടല്ലോ റബ്ബേ. നിന്റെ സൃഷ്ടികളിൽ ഇതൊന്നും കിട്ടാത്ത എത്ര ആളുകളുണ്ട് റബ്ബേ. ഇല്ലേ? അതാണ് പട്ടിണി മരുന്ന്. വീടില്ലാത്തത്, സ്വന്തമായി കിണറും വെള്ളവും സൗകര്യവും ഇല്ലാത്ത ആൾക്കാർ, ശരിക്കും വസ്ത്രം ധരിക്കാൻ വസ്ത്രമില്ലാത്ത ആൾക്കാർ, നമുക്ക് എന്തിന്റെ കുറവാ സഹോദരങ്ങളില്ല. അപ്പൊ ശരി സ്വാമി കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചകൾ നിങ്ങൾ മരണപ്പെട്ടു പോയവർക്കും മർഹമത്തും നൽകി നൽകണം. പരീക്ഷണത്തിന് വിധേയരാകുന്നവർക്ക് രക്ഷയും മോചനവും ഐശ്വര്യവും ധന്യതയും ഒക്കെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله تعالى على سيدنا محمد وعلى اله وصحبه اجمعين. سبحانك اللهم وبحمدك واشهد ان لا اله الا انت استغفرك واتوب اليك.